കർഷകരിൽ ആവേശവും ആത്മവിശ്വാസവും നിറച്ച് 2 ദിവസത്തെ കർഷക സംഘം പാലക്കാട് ജില്ലാ സമ്മേളനം കൂറ്റനാട് തുടങ്ങി. ജില്ലാ പ്രസിഡന്റ് കെ ഡി പ്രസേനൻ പതാക ഉയർത്തി. അഖിലേന്ത്യാ കിസാൻ സഭ കേന്ദ്ര നിർവാഹക സമിതി അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കെ ഡി പ്രസേനൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി എം ആർ മുരളി സ്വാഗതം പറഞ്ഞു. പ്രതിനിധി സമ്മേളനത്തിന് സ്വാഗത സംഘം ചെയർമാൻ ടി പി മുഹമ്മദ് സ്വാഗതം പറഞ്ഞു. എസ് സുഭാഷ് ചന്ദ്രബോസ് രക്തസാക്ഷി പ്രമേയവും യു രാജഗോപാൽ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി എം ആർ മുരളി പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമുറിക്കൽ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി, സംസ്ഥാന പ്രസിഡന്റ് എം വിജയകുമാർ, ഓൾ ഇന്ത്യ കിസാൻ കൗൺസിൽ അംഗങ്ങളായ വത്സല മോഹൻ, എൻ ആർ ഷക്കീന, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോസ് മാത്യൂസ്, എസ് സുഭാഷ് ചന്ദ്രബോസ്, ശോഭന പ്രസാദ്, പ്രീത എന്നിവർ പങ്കെടുത്തു. സമ്മേളനം ഇന്ന് വൈകിട്ട് സമാപിക്കും. US മീഡിയ ന്യൂസ്. എന്നാൽ 1921 ഇപ്പോൾ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്ന മലബാർ സമരത്തിന് മുൻപും ചെറുതും വലുതുമായ നൂറുകണക്കിന് ഏറ്റുമുട്ടലുകൾ, സംഘർഷങ്ങൾ, ആൾനാശമൊക്കെ മലബാറിലുണ്ടായിട്ടുണ്ട്. മലബാർ സമരം എന്നല്ല, മലബാർ സമരങ്ങൾ എന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. അങ്ങനെ അടിക്കടി സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് കളക്ടറായിരുന്ന വില്യം ലോഗനെ മലബാർ മാനുവൽ എഴുതിയ വില്യം ലോഗൻ. ആ വില്യം ലോഗനെ ബ്രിട്ടീഷ് അധികാരികൾ മലബാറിലെ സംഘർഷങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു അസൈൻമെന്റ് കൊടുത്തു. വില്യം ലോഗൻ വളരെ സൂക്ഷ്മമായി മലബാറിലെ സംഘർഷങ്ങളെ സംബന്ധിച്ച് പഠിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിൽ വില്യം ലോഗൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങളുടെ മൂല കാരണം മലബാറിലെ ഭൂമിക്കുമേലുള്ള ഫ്യൂഡൽ ബന്ധങ്ങളും അതോടൊപ്പം കൃഷി ചെയ്യുന്നവർ ജന്മിമാരുമായി രൂപപ്പെട്ടു വരുന്ന സംഘർഷങ്ങളും കാർഷിക പ്രശ്നങ്ങളാണ് ഇതിന്റെ എല്ലാം മൂലകാരണമാണ്. എന്ന് വെച്ചാൽ ജന്മിമാരായിരുന്നില്ലല്ലോ കർഷകർ. ജന്മിമാർ കൃഷി ചെയ്യുന്നില്ല, കൃഷി ചെയ്യുന്നത് കർഷകരാണ്. അത് 1-2 പാട്ടം പറഞ്ഞിട്ടാണ്. അപ്പോ സംഘർഷ നിർഭരമായ മലബാർ, ആ സംഘർഷങ്ങളുടെ എല്ലാം അടിസ്ഥാനം കാർഷിക പ്രശ്നങ്ങളായിരുന്നു എന്നത് ആധികാരികമായി അക്കാലത്ത് തന്നെ ലോകന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ബ്രിട്ടന് അത് സ്വീകാര്യമായി. ബ്രിട്ടൻ ആ സംഘർഷങ്ങളെല്ലാം മതപരമായി ചിത്രീകരിക്കാനാണ് ശ്രമിച്ചത്. അത് ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരായി ഇന്ത്യയിൽ ഉയർന്നു വരുന്ന സമര ഐക്യത്തെ ശിഥിലമാക്കാൻ, ഹിന്ദു മുസ്ലിം ശത്രുത വളർത്തി ഭിന്നിപ്പിക്കണം, ഇന്ത്യയുടെ ഐക്യത്തെ ഭിന്നിപ്പിക്കണം എന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമായി. പക്ഷെ ആ താല്പര്യത്തിനനുസരിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ ലോകം തയ്യാറായി.